ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മെല്ലെ ടോപ്പിക്കുകൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരികയാണ്. ഓരോ ടോപ്പിക്ക് കൂടുന്തോറും കുറച്ച് ഖനം കൂടി വരും. പേടിക്കണ്ട, ഓരോന്നും പഠിക്കണത് ജസ്റ്റ് അങ്ങനെ ഗ്രാസ്പ് ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ അടുത്ത് നമ്മൾ എടുക്കാൻ പോണത് ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് പ്രീമിയം. പ്രീമിയം എവിടേക്കോ പ്രീമിയം ക്ലാസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എലീറ്റ്, ഹൈ, അതന്നെയാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥ വിലയേക്കാളും കൂടുതൽ വിലക്ക് വിൽക്കുക. ഒരു ഷെയറിന്റെ വാല്യൂ 10 രൂപയാണെങ്കിൽ ഞാൻ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് 2 രൂപ കൂട്ടി വാങ്ങിക്കുക, അല്ലെങ്കിൽ 1 രൂപ കൂട്ടി വാങ്ങിക്കുക. 10 രൂപേനേക്കാൾ എത്ര രൂപ കൂട്ടി വാങ്ങുന്നോ ആ കൂട്ടി വാങ്ങുന്ന എമൗണ്ടിനെയാണ് പ്രീമിയം എന്ന് പറയുക. മനസ്സിലാവുണ്ടോ? അപ്പോ ഫേസ് വാല്യൂവിനേക്കാളും മുഖവിലയെക്കാളും കൂടുതലായിട്ടാണ് ഞാൻ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങണതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രീമിയം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പറ്റും. ലൈക്ക് ബോണ്ട് പ്രീമിയത്തിന് എന്തിനാ വാങ്ങിക്കണേ? പല റീസൺസ് ഉണ്ട്. ടു റൈറ്റ് ഓഫ് ദ പ്രിലിമിനറി എക്സ്പെൻസസ്, പല റീസൺസ് ഉണ്ട്. അത് നമുക്ക് വഴിയെ പഠിച്ചു വരാം. പറഞ്ഞു മനസ്സിലാവുണ്ടോ? അപ്പൊ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയും, അല്ലെങ്കിൽ ഷെയർ പ്രീമിയം എന്ന് പറയും. അപ്പൊ മുഖവിലയേക്കാളും കൂടുതൽ എമൗണ്ടിന് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ അതിനെ പറയുന്ന പേരാണ് പ്രീമിയം എന്ന് പറയുന്നത്. സെക്യൂരിറ്റി പ്രീമിയം ഓർ ഷെയർ പ്രീമിയം. ഇതാ കണ്ടോ, സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലെങ്കിൽ ഷെയർ പ്രീമിയം. കൂടുതൽ എമൗണ്ട് വാങ്ങിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് പ്രീമിയം. സാറേ അതെങ്ങനെയാ, ലംപായിട്ടാണോ വാങ്ങിക്കുക? സാർ അല്ല, ലംപായിട്ട് വാങ്ങിക്കാം, കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ നമ്മൾ ഇൻസ്റ്റാൾമെന്റിലല്ലേ വാങ്ങണത്. 10 രൂപയുടെ ഷെയർ എക്സ്ട്രാ ഒരു 2 രൂപ വാങ്ങുന്നുണ്ടെങ്കിൽ 12 രൂപയ്ക്ക് വാങ്ങണം. അപ്പൊ ഈ 2 രൂപ നമ്മൾ എവിടെ ഉൾപ്പെടുത്തും സർ? ഗുഡ് ക്വസ്റ്റ്യൻ. ഒന്നില്ലെങ്കിൽ അപ്ലിക്കേഷന്റെ കൂടെ വാങ്ങ്, അല്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ കൂടെ വാങ്ങ്, അല്ലെങ്കിൽ ഫസ്റ്റ് കോളുടെ കൂടെ വാങ്ങ്, അല്ലെങ്കിൽ ഫൈനൽ കോളുടെ കൂടെ വാങ്ങ്, അല്ലെങ്കിൽ 2 സ്റ്റേജിലും വാങ്ങിക്കും. അപ്ലിക്കേഷനിൽ 1 രൂപ വാങ്ങിക്ക്, അലോട്ട്മെന്റിൽ 1 രൂപ കൂട്ടി വാങ്ങിക്ക്. കഴിഞ്ഞില്ലേ? അതൊക്കെ കമ്പനികളുടെ ഇഷ്ടം. കമ്പനികൾക്ക് തീരുമാനിക്കാം എങ്ങനെ വാങ്ങണം എന്നുള്ളത്. പറയണത് മനസ്സിലാവുണ്ടോ? അപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അപ്ലിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ കൂടെ ആയിരിക്കും വാങ്ങിക്കുക. ബൈ ഡീഫോൾട്ട് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ കൂടെ എക്സ്ട്രാ പണം വാങ്ങിക്കും. അപ്ലിക്കേഷൻ 2 രൂപ, അലോട്ട്മെന്റ് 5 രൂപ ഇൻക്ലൂഡിങ് പ്രീമിയം എന്ന് പറയുമ്പോൾ അലോട്ട്മെന്റിന്റെ ഒറിജിനൽ എമൗണ്ട് 3. അപ്പൊ അതിൽ എന്തുണ്ട്? പ്രീമിയം ഉണ്ട്, 2 രൂപ. ഇനി ഫസ്റ്റ് കോൾ 3, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 2. എല്ലാം ടോട്ടൽ ചെയ്ത് നോക്കൂ. എല്ലാം ടോട്ടൽ 2 + 5 7, 7 + 3 10, 10 + 2 12. ഒറിജിനൽ മാത്രം ആഡ് ചെയ്യൂ. 2 2 + 3 അലോട്ട്മെന്റ് ഒറിജിനൽ 3 അല്ലേ? 5 5 + 3 8, 8 + 2 10. ഒറിജിനൽ മാത്രം ആഡ് ചെയ്താൽ 10 വരും. എല്ലാം കൂടി ആഡ് ചെയ്താൽ 12 വരും. 2 രൂപ തന്നെ കൂട്ടി വാങ്ങണം എന്നൊന്നും ഇല്ല കേട്ടോ. 1 രൂപ കൂട്ടി വാങ്ങിക്കാം, 5 രൂപ കൂട്ടി വാങ്ങിക്കാം. അതൊക്കെ കമ്പനി ഡിസ്ക്രിഷൻ. പറയണ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ എമൗണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് പ്രീമിയം. സെക്യൂരിറ്റി പ്രീമിയം ഓർ ഷെയർ പ്രീമിയം. ബൈ ഡീഫോൾട്ട് they will collect premium only on allotment, but it is not necessary that you should collect the amount only at the time of allotment. You can collect the amount at the time of application, you can collect the premium amount at the time of allotment, you can collect the premium amount at the time of first call, or either you can collect the premium amount at the time of second and final call, or you can split the premium and you can collect that at time of application as well as at the time of allotment. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനെ എങ്ങനെ എൻട്രിയിൽ കാണിക്കും സർ? അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ കാണിക്കാലോ. ഇപ്പോ നമ്മളുടെ ഇപ്പോഴത്തെ ഉദാഹരണ പ്രകാരം ചുമ്മാ വേറൊരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ അപ്ലിക്കേഷന്റെ കൂടെയാണ് പ്രീമിയം വാങ്ങുന്നത്. അപ്ലിക്കേഷന്റെ എമൗണ്ട് 5 രൂപ ഇൻക്ലൂഡിങ് പ്രീമിയം. അപ്പൊ 3 + 2 2 രൂപയാണ് പ്രീമിയം, 3 രൂപ ഒറിജിനൽ. അപ്പൊ നമ്മുടെ അലോട്ട്മെന്റ് 2 രൂപ, ഫസ്റ്റ് കോൾ 3 രൂപ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 2 രൂപ. അപ്പൊ ഏത് സ്റ്റേജിലാ പ്രീമിയം വാങ്ങണത്? അപ്ലിക്കേഷന്റെ കൂടെ. അപ്പൊ ആദ്യത്തെ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ നോർമലി എഴുതും. രണ്ടാമത്തെ എൻട്രി നോർമലി എന്താ എഴുതുക നമ്മള്? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ എന്ത്? ക്യാപിറ്റൽ. ഒപ്പം ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അല്ലെങ്കിൽ ഷെയർ പ്രീമിയം അക്കൗണ്ട്, എങ്ങനെ വേണമെങ്കിൽ എഴുതാം.
ഈ ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയവും ഫ്രണ്ട്സാ, ഒരുമിച്ചേ വരുള്ളൂ അവര്, അങ്ങനെ വിചാരിച്ചോ. അതാണ് ടെക്നിക്ക്. പറഞ്ഞു മനസ്സിലാവുണ്ടോ? അപ്പൊ ദേ ലൈക്ക് എ ഗ്യാങ്, ഒരുമിച്ചേ അവര് എന്ത് ചെയ്യുള്ളൂ, വരത്തുള്ളൂ. അപ്പൊ ഷെയർ ക്യാപിറ്റൽ എവിടെയാണോ ഉള്ളത് അതിന്റെ കൂടെയേ എന്തുണ്ടാവുള്ളൂ, സെക്യൂരിറ്റി പ്രീമിയം ഉണ്ടാവുള്ളൂ. ഞാനിപ്പോ പറഞ്ഞത് ഏത് സ്റ്റേജിലാ ആപ്ലിക്കേഷൻ കളക്ട് ചെയ്യണം, ഐ മീൻ പ്രീമിയം കളക്ട് ചെയ്യണത്? അപ്ലിക്കേഷന്റെ കൂടെ. അപ്ലിക്കേഷന്റെ കൂടെയും കളക്ട് ചെയ്യാലോ, അലോട്ട്മെന്റ് കൂടിയും കളക്ട് ചെയ്യാലോ, ഫസ്റ്റ് കോളിന്റെ കൂടിയും കളക്ട് ചെയ്യാലോ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ കൂടിയും കളക്ട് ചെയ്യാലോ. പറഞ്ഞു മനസ്സിലാവുണ്ടോ? അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അപ്ലിക്കേഷന്റെ കൂടെയാണ് പ്രീമിയം കളക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഏത് ജേർണൽ എൻട്രിയിലാണ് ഷെയർ ക്യാപിറ്റൽ വരിക? ആപ്ലിക്കേഷന്റെ രണ്ടാമത്തെ എൻട്രിയിലല്ലേ ഷെയർ ക്യാപിറ്റൽ വരിക, അപ്പൊ അതിന്റെ കൂടെ പ്രീമിയം കാണിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ if you are collecting the premium amount along with application, the premium account will come at the time of writing second journal entry. That is share application account debit to share capital to security premium or to share premium. ഇനി അല്ല, നീ അലോട്ട്മെന്റിന്റെ കൂടെയാണ് കളക്ട് ചെയ്യണമെങ്കിൽ എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ അപ്ലിക്കേഷൻ എമൗണ്ട് 2 രൂപ, അലോട്ട്മെന്റ് എമൗണ്ട് 5, 3 + 2 കേട്ടോ, ആൻഡ് ഫസ്റ്റ് കോള് 3, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 2, എല്ലാം കൂടി 12 ആവും കേട്ടോ. അപ്പൊ അലോട്ട്മെന്റിന്റെ കൂടെയാണ് കളക്ട് ചെയ്യണമെങ്കിൽ ആദ്യത്തെ എൻട്രി നോർമലി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത് വരും? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. രണ്ടാമത്തെ എൻട്രി എന്ത് വരും? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത് വരും? ഷെയർ ക്യാപിറ്റൽ. കാരണം ആപ്ലിക്കേഷന്റെ കൂടെ പ്രീമിയം കളക്ട് ചെയ്യുന്നില്ലല്ലോ നോർമലി. ഇനി ഏതിന്റെ കൂടെയാ പ്രീമിയം കളക്ട് ചെയ്യുന്നത്? അലോട്ട്മെന്റ്. അപ്പൊ മൂന്നാമത്തെ എൻട്രി നോർമലി എന്താ വരിക? നോർമലി എന്ത് വരും? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഒപ്പം എഴുതിക്കോ, എന്തെഴുതിക്കോ? സെക്യൂരിറ്റി പ്രീമിയം. ഒപ്പം എന്തെഴുതിക്കോ? സെക്യൂരിറ്റി പ്രീമിയം. ഞാൻ എന്താ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ഷെയർ ക്യാപിറ്റൽ എവിടെയാണോ വരുന്നത് അതിന്റെ കൂടെയല്ലേ സെക്യൂരിറ്റി പ്രീമിയം വരുള്ളൂ. ഞാൻ കളക്ട് ചെയ്യണ അലോട്ട്മെന്റ് സ്റ്റേജില്, അലോട്ട്മെന്റിന്റെ മൂന്നാമത്തെ എൻട്രിയിലല്ലേ ഷെയർ ക്യാപിറ്റൽ വരിക. അപ്പൊ അലോട്ട്മെന്റിന്റെ ഒന്നാമത്തെ എൻട്രി, മൊത്തത്തിൽ മൂന്നാമത്തെ എൻട്രി. അപ്പൊ ഇതിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്ലിക്കേഷന്റെ കൂടെയാണ് പ്രീമിയം കളക്ട് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ എൻട്രിയിൽ പ്രീമിയം വരും. അലോട്ട്മെന്റിന്റെ കൂടെയാണ് പ്രീമിയം കളക്ട് ചെയ്യണമെങ്കിൽ മൂന്നാമത്തെ എൻട്രിയിൽ പ്രീമിയം വരും. മൂന്നാമത്തെ എൻട്രിയിൽ എന്ത് വരും? പ്രീമിയം വരും. മൂന്നാമത്തെ എൻട്രിയിൽ പ്രീമിയം വരും. ഇനി അല്ല, ഫസ്റ്റ് കോളിന്റെ കൂടെയാണ് പ്രീമിയം കളക്ട് ചെയ്യണമെങ്കിൽ ആലോചിച്ച് നോക്കുക, ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്ന എൻട്രി എന്താ? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ അതിന്റെ കൂടെ ഇത് സെക്യൂരിറ്റി പ്രീമിയം, കാരണം അവിടെയാണല്ലോ ഷെയർ ക്യാപിറ്റൽ വരുന്നത്. ഞാൻ പറയണതിന്റെ ലോജിക്ക് മനസ്സിലാവുണ്ടോ? എവിടെയാണോ ഷെയർ ക്യാപിറ്റൽ വരുന്നത് അതിന്റെ ഒപ്പത്തിനൊപ്പമേ സെക്യൂരിറ്റി പ്രീമിയം വരത്തുള്ളൂ. അപ്ലിക്കേഷന്റെ കൂടെ കളക്ട് ചെയ്യണമെങ്കിൽ അപ്ലിക്കേഷന്റെ രണ്ടാമത്തെ എൻട്രിയിലല്ലേ ഷെയർ ക്യാപിറ്റൽ വരിക, അപ്പൊ അതിന്റെ കൂടെ സെക്യൂരിറ്റി പ്രീമിയം എഴുത്. അലോട്ട്മെന്റിന്റെ കൂടെയാണ് കളക്ട് ചെയ്യണമെങ്കിൽ മൂന്നാമത്തെ എൻട്രിയിലല്ലേ ഷെയർ ക്യാപിറ്റൽ വരിക, അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ ക്യാപിറ്റൽ, അപ്പൊ അതിന്റെ കൂടെ സെക്യൂരിറ്റി പ്രീമിയം എഴുത്. ഫസ്റ്റ് കോളിന്റെ കൂടെയാണ് കളക്ട് ചെയ്യണമെങ്കിൽ അഞ്ചാമത്തെ എൻട്രിയിലല്ലേ ഷെയർ ക്യാപിറ്റൽ വരിക, അപ്പൊ അതിന്റെ കൂടെ സെക്യൂരിറ്റി പ്രീമിയം എഴുത്. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ കൂടെയാണ് പ്രീമിയം കളക്ട് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആവുന്ന എൻട്രിയിലല്ലേ ഷെയർ ക്യാപിറ്റൽ വരിക, അപ്പൊ അതിന്റെ കൂടെ സെക്യൂരിറ്റി പ്രീമിയം എഴുത്. ഇങ്ങനെ വേണം പഠിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ്, ദിസ് ഇസ് ഹൗ യു ഫോം എ ജേർണൽ എൻട്രി. അപ്പൊ ഇതിന്റെ പ്രോബ്ലം ചെയ്യണ്ടേ? നമുക്ക് ചെയ്യാം, അത് നെക്സ്റ്റ് വീഡിയോ സെഷൻ. താങ്ക് യു സോ മച്ച്.